ക്രിക്കറ്റ് മൈതാനത്തെ ശാന്തതയും പുഞ്ചിരിയുമാണ് സഞ്ജു സാംസൺ എന്ന താരത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ 2026 T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് നടന്നു കയറുമ്പോൾ ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു മാനസിക പോരാട്ടം നടന്നിരുന്നുവെന്ന് സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു ടൂർണമെന്റിന്റെ ആദ്യഘട്ടങ്ങളിൽ താൻ അനുഭവിച്ച മാനസിക തകർച്ചയെക്കുറിച്ചും പിന്നീട് നടത്തിയ അവിശ്വസനീയമായ തിരിച്ചുവരവിനെക്കുറിച്ചും ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ മനസ്സ് തുറന്നു. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജ്യത്തിനു വേണ്ടി ലോകകപ്പിൽ കളിക്കുക എന്നത് ഏറ്റവും വലിയ സ്വപ്നമാണ്. സഞ്ജുവിനും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ സഞ്ജു വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ 4 മത്സരങ്ങളിൽ 3ലും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയില്ല. അഭിഷേക് ശർമ്മയ്ക്ക് അസുഖം ബാധിച്ച ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. ലോകകപ്പിൽ കളിക്കുകയെന്ന എന്റെ സ്വപ്നം തൊട്ടരികെ ഉണ്ടായിരുന്നു. പക്ഷെ ടീം മാനേജ്മെന്റ് പുതിയ ചില കോമ്പിനേഷനുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയം എന്നെ വേട്ടയാടിയത്. പ്ലേയിങ് 11-ൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി. സഞ്ജു പറയുന്നു. 5-6 ദിവസത്തോളം മുറിയിൽ തളർന്നിരുന്ന ആ ദിനങ്ങളാണ് സഞ്ജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങൾ. സൂപ്പർ 8 ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ 76 റൺസിന്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത് ടീമിനെ മൊത്തത്തിൽ ഉലച്ചിരുന്നു. ഈ പരാജയമാണ് ബാറ്റിംഗ് നിരയിൽ ഒരു വലിയ മാറ്റത്തിന് ടീം മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്. ഓപ്പണിംഗ് റോളിലേക്ക് സഞ്ജു സാംസണെ തിരികെ വിളിക്കാനുള്ള തീരുമാനം അവിടെയാണ് ഉണ്ടായത്. ഈ നീക്കം പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മാസ്റ്റർ സ്ട്രോക്കായി മാറി. മാനസികമായി തളർന്നിരുന്ന സമയത്തും സഞ്ജു വിട്ടുകൊടുത്തിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന ഏത് അവസരവും ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം രഹസ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. കളി തനിക്ക് എന്തും നൽകും എന്നതിനേക്കാൾ തനിക്ക് കളിക്കു വേണ്ടി എന്ത് നൽകാൻ കഴിയുമെന്ന ചിന്തയാണ് സഞ്ജുവിനെ പോസിറ്റീവാക്കി മാറ്റിയത്. ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു പിന്നീട് കണ്ടത് മറ്റൊരു വേർഷനായിരുന്നു. 5 ഇന്നിംഗ്സുകളിൽ നിന്നായി ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ 321 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. കേവലം റൺസ് കണ്ടെത്തുക എന്നതിലുപരി ബോളിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കുന്ന ആക്രമണ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫൈനലിൽ ഉൾപ്പെടെ അവസാനത്തെ 3 നിർണായക മത്സരങ്ങളിൽ 85-ലധികം റൺസ് അദ്ദേഹം നേടി. കലാശ പോരാട്ടത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് നടത്തിയ വെടിക്കെട്ട് തുടക്കം ന്യൂസിലൻഡിന്റെ ആത്മവിശ്വാസം തകർത്തു. സമ്മർദ്ദമുള്ള ഘട്ടങ്ങളിൽ സഞ്ജുവിന്റെ ഇന്നിംഗ്സുകൾ ഇന്ത്യയെ വലിയ സ്കോറുകളിലേക്ക് നയിച്ചു. ഒരു ടീമിലെ പ്ലേയിങ് 11-ൽ ഇടം നേടാൻ സഹതാരങ്ങളുമായി മത്സരിക്കുക എന്നത് സഞ്ജുവിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. മുൻപ് ന്യൂസിലൻഡുമായുള്ള പരമ്പരയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് തന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. സ്വന്തം നേട്ടത്തിനായി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ നേട്ടത്തിനായി എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ. മറ്റൊരു താരവുമായി പ്ലേയിങ് 11-ൽ സ്ഥാനത്തിനായി മത്സരിക്കുന്നത് എനിക്ക് സുഖകരമായ കാര്യമല്ല, സഞ്ജു വ്യക്തമാക്കി. ഈ ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഒരു ടീംമാൻ എന്ന നിലയിൽ ഉയർത്തുന്നത്. മറ്റൊരാളുടെ പതനത്തിലല്ല, മറിച്ച് തന്റെ കഠിനാധ്വാനത്തിലൂടെ ടീമിനെ വിജയിപ്പിക്കുന്നതിലാണ് സഞ്ജു വിശ്വസിക്കുന്നത്. സൂപ്പർ 8-ലെ 2ാം മത്സരത്തിൽ വലിയ സ്കോർ നേടാൻ കഴിയാതെ പുറത്തായപ്പോഴും സഞ്ജു പതറിയില്ല. അതിന് കാരണം ടീം മാനേജ്മെന്റ് അർപ്പിച്ച വിശ്വാസമായിരുന്നു. തന്നിൽ നിന്ന് ടീം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കോച്ചും ക്യാപ്റ്റനും സഞ്ജുവിന് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. സിംബാബ്വേയുമായുള്ള മത്സരത്തിന് മുൻപ് സഞ്ജുവിന്റെ മനസ്സിൽ ഒരു മാറ്റം സംഭവിച്ചു. കിരീടത്തിലേക്ക് ഞങ്ങൾക്ക് 4 മത്സരങ്ങൾ കൂടി ജയിക്കണമായിരുന്നു. ടീമിന് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ നിമിഷം മുതൽ ഞാൻ വളരെ പോസിറ്റീവായി മാറി. അതെന്നെ വളരെയധികം ഉത്സാഹഭരിതനാക്കി, സഞ്ജു കൂട്ടിച്ചേർത്തു. ഈ മാനസികമായ മാറ്റമാണ് അദ്ദേഹത്തെ ടൂർണമെന്റിലെ മികച്ച താരമാക്കി മാറ്റിയത്. മലയാളിയായ ഒരു താരം ലോകവേദിയിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വാങ്ങുന്നത് കേരളത്തിലെ ഓരോ കായിക പ്രേമിക്കും അഭിമാന നിമിഷമാണ്. സഞ്ജുവിന്റെ ഈ വിജയം കേവലം ഒരു ക്രിക്കറ്റ് വിജയം മാത്രമല്ല, മറിച്ച് നിരന്തരമായ അവഗണനകളെയും പരിഹാസങ്ങളെയും ക്ഷമയോടെ നേരിട്ട ഒരു മനുഷ്യന്റെ വിജയമാണ്. സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചപ്പോൾ തന്റെ പ്രകടനത്തിലൂടെ അദ്ദേഹം അവർക്ക് മറുപടി നൽകി. അഭിഷേക് ശർമ്മയെ പോലുള്ള യുവതാരങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വേഷം കൂടി സഞ്ജു ലോകകപ്പിൽ ഭംഗിയായി നിർവഹിച്ചു. ഫൈനലിൽ സഞ്ജുവിന്റെ ഉപദേശം കേട്ടതുകൊണ്ടാണ് തനിക്ക് 50 അടിക്കാൻ കഴിഞ്ഞതെന്ന് അഭിഷേക് തന്നെ വെളിപ്പെടുത്തിയത് സഞ്ജുവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും സൂചിപ്പിക്കുന്നു. 2026 T20 ലോകകപ്പ് എന്നും ഓർമ്മിക്കപ്പെടുക സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ പേരിൽ കൂടിയായിരിക്കും. 5 ദിവസം മുറിയിൽ തളർന്നിരുന്ന ആ വ്യക്തിയിൽ നിന്നും ലോകത്തെ മികച്ച താരത്തിലേക്കുള്ള ദൂരം അദ്ദേഹം മറികടന്നത് ആത്മവിശ്വാസം കൊണ്ടാണ്. ഗെയിം എന്തായിരിക്കും നിങ്ങൾക്ക് തിരികെ തരാൻ പോകുന്നതെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം തയ്യാറെടുക്കുക എന്ന സഞ്ജുവിന്റെ വാക്കുകൾ ഓരോ യുവതാരത്തിനും വലിയൊരു പാഠമാണ്. കായിക ലോകത്തെ വെല്ലുവിളികളെക്കാൾ വലിയ പോരാട്ടം നടക്കുന്നത് മനസ്സിനുള്ളിലാണെന്നും അത് ജയിച്ചാൽ ലോകം കീഴടക്കാമെന്നും സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു.